നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. 8 തവണ ലയണൽ മെസ്സിയും 5 തവണ ക്രിസ്ത്യാനോ റൊണാൾഡോയും സ്വന്തമാക്കിയ ബലൻഡിയോർ ഇത്തവണ PSG താരം ഒസ്മാൻ ഡെംബെലയ്ക്ക്. ഇത്തവണ മെസ്സിയും റൊണാൾഡോയും പട്ടികയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. മലയാളികളെ സംബന്ധിച്ച് ഇന്ന് അതുപോലെ സന്തോഷമുള്ള അഭിമാനമുള്ള ഒരു കാര്യമുണ്ട്: ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണം. അതിന്നാണ്. അതിലേറ്റവും പ്രധാനം ലാലേട്ടന്റെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡാണ്. തിളക്കം പിന്നെയും കൂട്ടാൻ വിജയരാഘവനും ഉർവശിയും അടക്കമുള്ള താരങ്ങളുടെ നേട്ടം വേറെയുമുണ്ട്. അങ്ങനെ വാർത്തകൾ ഒരുപാടുണ്ട്. നമുക്ക് വിശദമായി തന്നെ നോക്കാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ബലൻഡിയോർ PSG താരം ഒസ്മാൻ ഡെംബെലയ്ക്ക്. ബാഴ്സയുടെ ചാന ബോൺമാറ്റിക്ക് ഹാട്രിക് തിളക്കം. PSG മികച്ച ക്ലബ്ബ്. മികച്ച യുവതാരം 2ാം തവണയും ലാമിൻ യമാൽ. വനിതാ യുവതാരം വിക്കി ലോപ്പസ്. എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണം ഇന്ന് വൈകിട്ട് 4-ന് വിഗ്യാൻ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പ്രിയ താരം മോഹൻലാൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഏറ്റുവാങ്ങും. വിജയരാഘവനും ഉർവശിയും അടക്കം 5 മലയാളികളും പുരസ്കാരം നിറവിൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ എ ഷാജഹാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറുമായി കൂടിക്കാഴ്ച നടത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരും വരെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്നാവശ്യപ്പെടും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം നിർണായകം. സംസ്ഥാനത്ത് ഇന്ന് മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ പരസ്യ പ്രതിഷേധം. ഒഴിവ് നികത്തണമെന്നും ശമ്പളത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നും ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ OP ബഹിഷ്കരണത്തിലടക്കം നീങ്ങുമെന്ന KGMCT. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിനോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധം ശക്തം. ഇന്ത്യൻ വിമാനത്താവളങ്ങളിലും വ്യോമപാതയിലും പാകിസ്ഥാൻ വിമാനങ്ങൾക്കുള്ള വിലക്ക് തുടരും. നിരോധനം ഒക്ടോബർ 24 വരെ. നീക്കം പാകിസ്ഥാൻ സമാന നിലപാട് സ്വീകരിച്ചതിനു പിന്നാലെ ഹമാസ് പലസ്തീൻ അതോറിറ്റിക്ക് മുന്നിൽ കീഴടങ്ങണമെന്ന പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. പലസ്തീനെ അംഗീകരിച്ച് ഫ്രാൻസും. ഐക്യരാഷ്ട്രസഭയുടെ 80ാം വാർഷികാഘോഷത്തിന് ഇന്ന് ന്യൂയോർക്കിൽ തുടക്കം. കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ അംബേദ്കർ കോളനിയിലേക്കുള്ള വഴിയടഞ്ഞിട്ട് 7 മാസം. അധികൃതർ വഴിമുടക്കിയത് ടാറിംഗ് റോഡ് വെട്ടിപ്പൊളിക്കാൻ എത്തിയത് ചോദ്യം ചെയ്തതിന് പിന്നാലെയെന്ന് കോളനിവാസികൾ. വാഹനങ്ങൾ ഓടിയിരുന്ന റോഡിൽ ഇപ്പോൾ നിറയെ മൺകൂനകൾ. അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന ആക്ഷേപം. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിനോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. മരുന്ന് ക്ഷാമം, ആംബുലൻസിന്റെ അപര്യാപ്തത, അതുപോലെ ഫിസിയോതെറാപ്പിയുടെ ചാർജ് വർധന തുടങ്ങി നിരവധി പ്രതിസന്ധികളാണ് ആശുപത്രിയിൽ രോഗികൾ നേരിടുന്നത്. സർക്കാരിന്റെ അലംഭാവത്തിനെതിരെ സമരം ശക്തമാക്കുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിട്ടുള്ളത്. സാധാരണക്കാരായ നിരവധി രോഗികളാണ് കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൽ ദിനംപ്രതി എത്തുന്നത്. ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന സൗജന്യം പ്രതീക്ഷിച്ചെത്തുന്നവർ നിരാശരായി മടങ്ങേണ്ട അവസ്ഥയാണ്. മരുന്ന് ക്ഷാമം, ഫിസിയോതെറാപ്പി ചാർജ് വർധന, ആംബുലൻസിന്റെ അപര്യാപ്തത തുടങ്ങി നിരവധി പ്രതിസന്ധികളാണ് രോഗികൾ നേരിടുന്നത്. BPL-ന് 20 രൂപയും APL-ന് 50 രൂപയുമായിരുന്നു ഫിസിയോതെറാപ്പി ചാർജ്. പുതിയ തീരുമാനപ്രകാരം അത് യഥാക്രമം 50ഉം 90ഉമായാണ് വർദ്ധിപ്പിച്ചത്. ചേവായൂർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രതിഷേധത്തെ തുടർന്ന് സൂപ്രണ്ട് വർധനവ് താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാത്ത വിധത്തിലുള്ള ചാർജ് കൊണ്ടുവരുന്നതുവരെ പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് KC ശോഭിത പറഞ്ഞു. ഇവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൂപ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഇങ്ങനെ ഒരു അധിക വർധനവ് ഇതിൽ വരാനുള്ള സാഹചര്യം HDS ആണ് നിയമനം നടത്തുന്നതെന്ന്. അപ്പോൾ സർക്കാർ നടത്തേണ്ട നിയമനങ്ങൾ HDSന്റെ ബാധ്യതയാവുകയും ആ ബാധ്യത കവറപ്പ് ചെയ്യുന്നതിന് സാധാരണക്കാരൻ്റെ മേൽ അധിക ബാധ്യത ചുമത്തുന്ന ഈ ഒരു രീതി ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. വീടുകളിൽ പോയി രോഗികളെ പരിചരിക്കാനുള്ള ഒരു ആംബുലൻസ് അല്ലാതെ അടിയന്തര ആവശ്യങ്ങൾക്ക് മറ്റ് ആംബുലൻസുകൾ ഇല്ലാത്തതും പ്രതിസന്ധിയാണ്. രോഗികൾ വലിയ പൈസ മുടക്കിയാണ് ആശുപത്രിയിലേക്ക് ആംബുലൻസിലെത്തുന്നത്. അതോടൊപ്പം മരുന്ന് ക്ഷാമവും ഇവിടെ രൂക്ഷമാണ്. ഡോക്ടർമാർ എഴുതി നൽകുന്ന മരുന്നുകളിൽ ഭൂരിഭാഗവും പുറത്തുനിന്നും വാങ്ങേണ്ട അവസ്ഥയാണ്. പുതുതായി വന്ന ഡോക്ടർമാർ ഏതാണ്ട് 70% മരുന്നുകൾ പുറത്തുനിന്ന് എഴുതുന്ന സാഹചര്യം. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഈ അവസ്ഥ സർക്കാർ കാണുന്നില്ലേ എന്നുള്ളതാണ് രോഗികളുടെ ചോദ്യം.
സർക്കാരിന്റെ ഈ അലംഭാവത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി പ്രതിപക്ഷ പാർട്ടികളും അവരോടൊപ്പമുണ്ട്. ക്യാമറാമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ പരസ്യ പ്രതിഷേധം ഇന്നുണ്ടാകും. അധ്യാപകരുടെ കുറവ്, ശമ്പളത്തിലെ അപാകതകൾ എന്നിവ ഉന്നയിച്ചാണ് സംഘടനയായ KGM-CTയുടെ പരസ്യ പ്രതിഷേധം നടക്കുന്നത്. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, ഇന്നലെയും ഇതുപോലെ പ്രതിഷേധമുണ്ടായിരുന്നു. അത് പക്ഷേ കരിദിനമായിട്ട് ആചരിക്കലായിരുന്നു. ഇന്ന് കുറച്ചുകൂടി പരസ്യമായൊരു പ്രതിഷേധത്തിലേക്ക് അവർ നീങ്ങുകയാണ്. പക്ഷേ ഇതൊക്കെ ഒരു സൂചനാ സമരം മാത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനിയും കൂടുതൽ ശക്തമായി തന്നെ ആവശ്യങ്ങൾ അംഗീകരിച്ചെങ്കിൽ മുന്നോട്ട് പോകാൻ തന്നെയല്ലേ അവരുടെ ഒരു തീരുമാനം? നിരവധി ആവശ്യങ്ങൾ തന്നെയല്ലേ ഇവർ മുന്നോട്ട് വെക്കുന്നത്? ശ്രീജ, ഇന്ന് നടക്കുന്ന ഒരു സൂചനാ സമരമാണ്. അവര് പ്രതിഷേധ ദിനമായി ആചരിക്കുകയാണ്. ശക്തമായി ഇന്നലെ അവർ കരിദിനം ആചരിച്ചുകൊണ്ടാണ് പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഇവരുടെ ശമ്പളത്തിലെ കുറവ് പരിഹരിക്കുക, ഒപ്പം തന്നെ മറ്റ് അധ്യാപകരുടെ കുറവുമുണ്ട്, ശമ്പളത്തിലെ കുറവുമുണ്ട്. ഇത് രണ്ടും പ്രധാനമായി പരിഹരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പുതിയ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള നിയമനത്തിലടക്കം അപാകതകളുണ്ട് എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. പുതിയ മെഡിക്കൽ കോളേജുകളിലേക്ക് പഴയ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള ഡോക്ടർമാരെ സ്ഥലം മാറ്റി ചുമതലപ്പെടുത്തുന്ന നിയമിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അത് പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഒപ്പം തന്നെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്താനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നത്തെ പ്രതിഷേധ ദിനത്തിൽ DME ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ, തിരുവനന്തപുരത്ത് DME ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് KGM-CT തയ്യാറെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ സൂപ്രണ്ട് ഓഫീസുകളിലേക്ക്, മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലും മറ്റ് മെഡിക്കൽ കോളേജുകളിലും അടക്കം സൂപ്രണ്ട് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തും എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഇതിലൊക്കെ ഒരു മാറ്റങ്ങൾ വരാത്ത പക്ഷം, സർക്കാർ ഇക്കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടാത്ത പക്ഷം OP നിർത്തിവെച്ചുള്ള സമരത്തിലേക്ക് കടക്കാനും ഇവർ തയ്യാറെടുക്കുകയാണ്. നമുക്കറിയാം, OP നിർത്തിവെച്ചുള്ള സമരം വന്നു കഴിഞ്ഞാൽ കൂടുതൽ രോഗികൾ ബുദ്ധിമുട്ടിലേക്കാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കഴിഞ്ഞ വിവിധ കേന്ദ്രങ്ങളിലും വിവിധ സ്ഥലങ്ങളിലുമായി ഇവർ സർക്കാരിനോടക്കം ഇക്കാര്യങ്ങളൊക്കെയും വ്യക്തമാക്കിയതാണ്. പലപ്പോഴായി സർക്കാരിന്റെ ശ്രദ്ധയിലേക്കും ഇക്കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്തിരുന്നു. എന്നാൽ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്ത പക്ഷമാണ് ഇത്തരമൊരു പ്രതിഷേധവുമായി ഇവർ തങ്ങൾ രംഗത്തേക്ക് എത്തുന്നത് എന്നാണ് KGM-CT വ്യക്തമാക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാകാത്ത പക്ഷം ഇന്നൊരു സൂചനാ സമരമായി പ്രതിഷേധ ദിനം ആചരിക്കുകയും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ OP നിർത്തിവെച്ചുള്ള സമരത്തിലേക്ക് അടക്കം പോകും എന്നും അവർ സൂചന നൽകുകയാണ്. അതിനാൽ തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്കറിയാം, പലതരത്തിലുള്ള ആരോഗ്യ മേഖലയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് രജിത്ത്, ഏറ്റവും കൂടുതലായി പ്രധാനമായും അറിയേണ്ടത് ജനങ്ങളുടെ ഒരു കാര്യമാണ്. രോഗികൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകും എന്നത് സംബന്ധിച്ചുള്ള വിവരമാണ് അറിയേണ്ടത്. ഡോക്ടർമാർക്ക് പ്രതിഷേധത്തിന് ഇറങ്ങുന്നു, പക്ഷേ OP ബഹിഷ്കരണമൊന്നും ഇല്ലാത്തതിനാൽ വലിയ തോതിൽ ഇത് ബാധിക്കാനിടയില്ല. അങ്ങനെയല്ലേ കരുതേണ്ടത്? തീർച്ചയായും ഇന്നത്തെ പ്രതിഷേധം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക പ്രതിഷേധം എന്ന നിലയിൽ മാത്രമാണ്. ഡോക്ടർമാരുടെ സംഘടന KGM-CTയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പ്രകടനമടക്കം അല്ലെങ്കിൽ പ്രതിഷേധ ധർണയടക്കമായി ഇന്നത്തെ പ്രതിഷേധം മാറും. അത് ഒരു തരത്തിലും OPയെ ബാധിക്കില്ല എന്ന കാര്യം അവർ അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിനൊരു പ്രതിഷേധം ഉണ്ടാകാത്ത അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ OP ബഹിഷ്കരിച്ചുകൊണ്ട് തന്നെ ശക്തമായ സമരത്തിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നത്തെ സമരത്തിൽ അതൊരു ധർണയും ഒപ്പം തന്നെ ഒരു പ്രകടനവുമായി മാത്രമായാണ്. അത് 10 മണിയോടുകൂടിയാണ് പ്രകടനം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ധർണയും നടക്കും. അത് രണ്ടും മാത്രമാണ് ഇന്ന് പ്രതിഷേധമായി ആചരിക്കുന്നത്. അതൊരു സൂചന മാത്രമാണ്. വരും ദിവസങ്ങളിലായിരിക്കും ഒരുപക്ഷെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകാത്ത പക്ഷം വരും ദിവസങ്ങളിൽ OP ബഹിഷ്കരണം അടക്കമുള്ള നടപടികളിലേക്ക് KGM-CT കടക്കുക. രജിത്ത്, എന്തായാലും ഇന്നലെ കരിദിനം ആചരിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ പരസ്യ പ്രതിഷേധം ഇന്നുണ്ടാകും. പക്ഷേ ഇതൊരു സൂചന മാത്രമാണ്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ OP ബഹിഷ്കരണം അടക്കം കടുത്ത നിലപാടുകളിലേക്ക് അവർ പോകുമെന്ന് തന്നെയാണ് താക്കീത് നൽകുന്നത്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു രജിത് കുമാർ. എന്തായാലും ഇന്നലെ പുതിയ GST പരിഷ്കരണ വന്നു കഴിഞ്ഞു. അത് ഏതൊക്കെ തരത്തിൽ മാറ്റം വന്നു എന്നുള്ളതാണ് ജനങ്ങൾ അറിയാനായി കൂടുതൽ താല്പര്യപ്പെടുന്നത്. എന്തായാലും പുതിയ GST സ്ലാബിൽ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറഞ്ഞു എന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ്. പക്ഷേ 33 മരുന്നുകൾക്ക് വില കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഏതൊക്കെയാണ് എന്നതിൽ ഒരു ആശയക്കുഴപ്പമുള്ളതിനാൽ പൂർണ്ണതോതിൽ പുതിയ നിരക്ക് നടപ്പാക്കാൻ മെഡിക്കൽ സ്റ്റോറുകൾക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും പല മരുന്നുകൾക്കും വില കുറച്ചാണ് വിൽപ്പന നടത്തിയത്. പുതുക്കിയ നികുതി ഘടന അനുസരിച്ച് 33 ജീവൻ രക്ഷാ മരുന്നുകളെയാണ് GSTയിൽ നിന്ന് ഒഴിവാക്കിയത്. അവശ്യ മരുന്നുകളുടെ GST 12% നിന്ന് 5%, ഹെൽത്ത് സപ്ലിമെന്റുകളുടെ GST 18 നിന്ന് 5%, കുറച്ചിരിക്കുന്നത്. ലിസ്റ്റിൽ വന്നിട്ടുള്ള മരുന്നുകളുടെ വില
പുതിയ ബില്ലിംഗ് സിസ്റ്റത്തിലേക്ക് മാറുന്നതനുസരിച്ച് പുതിയ നിരക്കിലാണ് വിൽപ്പന നടത്തിയത്. ആപ്പുകളിലെല്ലാം അതിൻ്റെ GST എന്നുള്ള വ്യത്യാസം വന്ന് ആഡ് ചെയ്തതിനു ശേഷം അതിനനുസരിച്ചാണ് കൊടുക്കുന്നത്. എന്നാൽ ആദ്യ ദിനത്തിൽ എല്ലാ മരുന്നുകളുടെയും വില കുറച്ചു നൽകാൻ മെഡിക്കൽ സ്റ്റോറുകൾക്ക് കഴിഞ്ഞിട്ടില്ല. ഏതൊക്കെ മരുന്നുകൾക്കാണ് വില കുറയുന്നത് എന്നതിൽ വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല എന്നാണ് മരുന്ന് കടയുടമകൾ പറയുന്നത്. കുറേയൊക്കെ നമുക്ക് മനസ്സിലായി തുടങ്ങി ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പം നമ്മളും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതിലൊക്കെയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പം നമുക്കിന്ന് പർച്ചേസ് ചെയ്യുന്നതിലൂടെയാണ് കൂടുതൽ അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതിലേതിലൊക്കെ MRPയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, GSTയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നത് നോക്കിയിട്ട് നമുക്കതിനനുസരിച്ച് നമ്മൾ കറക്റ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അതേസമയം പഴയ സ്റ്റോക്കിലുള്ള മരുന്നുകൾ പുതുക്കിയ നിരക്കിൽ വിൽക്കുമ്പോൾ ചെറുകിട മരുന്ന് വ്യാപാരികൾക്ക് നഷ്ടം സംഭവിക്കുന്നുണ്ട്. ഇത് നികത്താൻ ആവശ്യമായ നടപടി വേണമെന്ന് മരുന്ന് നിർമ്മാതാക്കളോട് കടയുടമകൾ ആവശ്യപ്പെടുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ A. ഷാജഹാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറുമായി കൂടിക്കാഴ്ച നടത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരും വരെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണം എന്നാവശ്യപ്പെടും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം നിർണായകമാണ്. KK പ്രശാന്ത് ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. പ്രശാന്ത്, ഈ ഒരു തീരുമാനം ഈ പറഞ്ഞതുപോലെ വളരെയധികം നിർണായകമാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളുമായി അവരുടെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ ഇങ്ങനെ ഒരു ആവശ്യം അവർ മുന്നോട്ട് വച്ചിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്നത്. പക്ഷേ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് നിർണായകം, അല്ലേ? ഷീജ, ഡിസംബറോടുകൂടി തന്നെ രാജ്യത്ത് SIRമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായാണ് സംസ്ഥാനങ്ങളോട് ഇതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള നിർദ്ദേശം നൽകിയത്. ഈ മാസം അവസാനം ഇതിന്റെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായി ഇക്കാര്യങ്ങൾ ധാരണയിലെത്തുമൊക്കെ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് കേരളത്തിൽ ഇത്തരത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ഒരു യോഗം ചേരുകയും ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ SIRമായി മുന്നോട്ട് പോകുന്നത് പ്രായോഗികമാകില്ല എന്ന നിലപാട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കി. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകളുണ്ട്. അതോടൊപ്പം ഈ SIRമായി മുന്നോട്ട് പോകുമ്പോൾ നിരവധിയായ പരാതികൾ വരും. ആ പരാതികൾ പരിഹരിക്കുന്നതിന് വലിയ സമയം വേണ്ടിവരും. അതുകൊണ്ട് തിടുക്കപ്പെട്ട അത്തരമൊരു നടപടിയിലേക്ക് പോകുന്നത് വലിയ രീതിയിൽ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കിയത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാൻ പോകുന്നത്. അക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകളിലേക്ക് പോകാൻ തന്നെയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരും. അതിനു മുൻപേ തന്നെ ഇത്തരമൊരു നീക്കം ഉണ്ടാകുന്നത് ശരിയാവില്ല. മാത്രമല്ല, ഡെപ്യൂട്ടി കളക്ടർമാർ അടക്കമുള്ള ആളുകൾ മറ്റ് പ്രധാന ചുമതലയുള്ളവരെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ചുമതലയിലേക്ക് പോകും. ആ ഘട്ടത്തിൽ ഈ SIRമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനോ അതിന്റെ പരിശോധനയിലേക്ക് പോകാനോ അവർക്ക് സമയം കിട്ടില്ല. അത് സാങ്കേതികമായി വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അറിയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ഗണേഷ് കുമാർ വ്യക്തമാക്കിയത് ഇക്കാര്യത്തിലൊരു പിന്നോട്ട് പോക്കില്ല. മാത്രമല്ല, സുപ്രീം കോടതിയിൽ നിന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുകൂലമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം SIR എങ്ങനെ തടയാനാകുമെന്ന സുപ്രീം കോടതി ചോദിച്ച സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കമുണ്ടാകും. ഏതായാലും 2,78,00,000 വോട്ടർമാരാണ് ഈ കഴിഞ്ഞ ജനുവരിയിൽ കേരളത്തിലെ വോട്ടർമാരായി നിലനിൽക്കുന്നത്. 63,000 ആളുകൾ പുതുതായി വന്നിട്ടുണ്ട്. സ്വാഭാവികമായി ഈ പട്ടിക പൂർണ്ണമായും പരിശോധിക്കേണ്ടതാണ്. 2002 മുതൽ 2014 വരെയുള്ള വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് SIR നടപടികൾ മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ 2002 വോട്ടർ പട്ടിക കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് SIR മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഈ ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് ഉന്നയിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അടക്കം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ശ്രീജ, തീർച്ചയായും പ്രശ്നം. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരും വരെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കുമോ? എന്തായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം നിർണായകം തന്നെയാണ്. നമുക്കത് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും. എന്തായാലും വിവരങ്ങളുമായി പങ്കുചേരുകയായിരുന്നു KK പ്രശാന്ത്. ഇന്ത്യൻ വിമാനത്താവളങ്ങളിലും വ്യോമപാതയിലും പാകിസ്ഥാൻ വിമാനങ്ങൾക്കുള്ള വിലക്ക് തുടരും. ഒക്ടോബർ 24 പുലർച്ചെ വരെ നിരോധനം തുടരുമെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. സമാന നിലപാട് പാകിസ്ഥാൻ സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയും നിരോധനം ദീർഘിപ്പിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് വ്യോമപാത അടച്ചുകൊണ്ടുള്ള നീക്കമുണ്ടായത്. ഏപ്രിൽ 24 പാകിസ്ഥാനാണ് ആദ്യം വ്യോമപാത അടച്ചത്. 6 ദിവസത്തിന് ശേഷം ഇന്ത്യയും സമാന നിലപാട് സ്വീകരിച്ചു. നിലവിൽ ഓരോ മാസവും നീട്ടിക്കൊണ്ട് ഉത്തരവിറക്കുകയാണ് ഇരു രാജ്യങ്ങളും ചെയ്യുന്നത്. ഭീകരാക്രമണത്തിന് ശേഷം 6 മാസമായി ഈ നിരോധനം തുടരുകയാണ്. പലസ്തീന് രാഷ്ട്രമായി അംഗീകരിച്ച ഫ്രാൻസ്. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ
ഐക്യരാഷ്ട്രസഭയിലാണ് പിന്തുണ അറിയിച്ചത്. സമാധാനവും സുരക്ഷയും പലസ്തീനും ഇസ്രയേലിനും ഉണ്ടാകട്ടെ എന്ന് മാക്രോൺ പറഞ്ഞു. 150-ലേറെ രാജ്യങ്ങളാണ് പലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണ അറിയിച്ചത്. ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുന്നതിനിടെയാണ് യുകെയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ രാജ്യങ്ങൾ സമാന നിലപാട് സ്വീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുകയാണ്. ഇതിനിടെ ഹമാസിനെതിരെ പലസ്തീൻ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസ് രംഗത്തെത്തി. ഗാസയിൽ ഹമാസിന് യാതൊരു അവകാശവുമില്ല എന്നും ആയുധം വച്ച് കീഴടങ്ങണമെന്നും മെഹ്മൂദ് അറിയിച്ചു. ഇനി ഒരു പഞ്ചായത്ത് അനുഭവിക്കുന്ന ഒരു ദുരന്തത്തിന്റെ കഥയാണ്, ഒരു ദുരിതത്തിന്റെ കഥയാണ്. കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ അംബേദ്കർ കോളനിയിലേക്കുള്ള വഴിയടഞ്ഞിട്ട് മാസം 7 കഴിഞ്ഞു. ഒരു കുഴപ്പവുമില്ലാതിരുന്ന ടാറിംഗ് റോഡ് വെട്ടിപ്പൊളിക്കാൻ ആളുകൾ എത്തിയത് ചോദ്യം ചെയ്തതാണ് ഇപ്പോൾ വഴിമുടക്കാൻ കാരണമായിരിക്കുന്നതെന്നാണ് കോളനി നിവാസികളുടെ ആരോപണം. വാഹനങ്ങൾ ഓടിയിരുന്ന റോഡിൽ ഇപ്പോൾ മുഴുവനും മൺകൂനകളാണ്. അധികൃതർ ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നുമില്ല. തിരുവാർപ്പ് പഞ്ചായത്ത് 16-ാം വാർഡിലെ അംബേദ്കർ കോളനിയിലേക്കുള്ള റോഡിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഏതാനും ആളുകൾ എത്തി വെട്ടിപ്പൊളിക്കാൻ തുടങ്ങിയത് പ്രദേശവാസികൾ ചോദ്യം ചെയ്തു. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽപ്പെടുത്തി റോഡ് നവീകരിക്കുന്നു എന്നായിരുന്നു മറുപടി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വാഹനത്തിൽ മണ്ണെത്തിച്ച് റോഡിൽ കൂനകളാക്കിയിട്ടു. കോളനിയിലേക്കുള്ള ഏക റോഡിൽ മുന്നറിയിപ്പില്ലാതെ മണ്ണിറക്കിയതോടെ നാട്ടുകാർ പദ്ധതിയുടെ വിശദാംശങ്ങൾ ആരാഞ്ഞു. കൃത്യമായ മറുപടി ലഭിച്ചില്ലെങ്കിലും പിന്നീട് 7 മാസത്തോളം പിന്നിട്ടിട്ടും റോഡ് നീളെയുള്ള മൺകൂനകൾ അതേ സ്ഥിതിയിൽ തുടരുകയാണ്. 30ഓളം കുടുംബങ്ങൾക്ക് വഴിയും നഷ്ടമായി. പ്രായം ചെന്നിരിക്കുന്നവരെല്ലാം വീണും തല്ലി വെള്ളത്തിൽ വീണിട്ട് കസേര വെച്ച് ചുമന്നാണ് ഞങ്ങൾ കാറിലും ഓട്ടോയിലെല്ലാം കയറ്റിക്കൊണ്ടുപോകുന്നത്. ഇത് നല്ല ഒന്നാന്തരം വഴിയായിരുന്നു. ഒരു മനുഷ്യനും ഒരു തട്ടി വീഴുക പോലും ചെയ്യലാത്ത നല്ല ഒന്നാന്തരം വഴിയായിരുന്നു. ആ വഴി ഞങ്ങൾ പോലും അറിയാതെ കൊണ്ട് വന്ന് ഇടിച്ചു പൊളിച്ചിട്ട്. ഇതിൻ്റെ അകത്തുള്ള ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് കാഴ്ചയിൽ തന്നെ അറിയാം. ഞങ്ങൾ എന്നാ ചെയ്യണം? എല്ലാം കുഞ്ഞുങ്ങളുള്ളതും ഇതിനകത്ത് മരണമുണ്ടായി, മറ്റുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായി. ഇതൊന്ന് ഞങ്ങൾക്ക് നേരെ നിർത്താൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. മാസങ്ങൾ പിന്നിട്ടിട്ടും അനക്കമൊന്നുമില്ലാതായതോടെ നാട്ടുകാർ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരോട് പരാതി പറഞ്ഞു. ഫലം കാണാതിരുന്നതോടെ ജില്ലാ കളക്ടറോടും പരാതി ഉന്നയിച്ചു. കളക്ടർ വിഷയത്തിൽ ഇടപെടുകയും ഉടൻ പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്ന് അറിയിക്കുകയും ചെയ്തെങ്കിലും പിന്നെയും മാസങ്ങൾ പിന്നിട്ടു. കളക്ടർക്ക് ഞങ്ങൾ പരാതി ആദ്യം കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 4-5 മാസം. കളക്ടർ അത് SC ഓഫീസർക്ക് ഫോർവേഡ് ചെയ്തു. അദ്ദേഹം ബ്ലോക്കിൽ പോയി അന്വേഷിച്ചപ്പം ഉടനെ തന്നെ പണിയൊന്നും തന്നെ പറഞ്ഞു. അദ്ദേഹം ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നു മറുപടി. പിന്നെയും ഒരു 3 മാസം കൂടെയായി. മുമ്പ് മഴക്കാലത്ത് റോഡിൽ വെള്ളം കയറുമ്പോൾ ഇതുവഴി വള്ളത്തിലാണ് നാട്ടുകാർ സഞ്ചരിച്ചിരുന്നത്. റോഡിലെ മൺകൂനകൾ കാരണം വള്ളത്തിലും സഞ്ചരിക്കാൻ കഴിയാതായി. മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെള്ളവും പോവുകയില്ല. മറ്റേ ഞങ്ങൾ വള്ളത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേരെ ഇറക്കുകയും വലിയവർക്കാണെങ്കിലും പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ കൂന കിടക്കുന്ന കാരണം വളത്തേലും പോകാൻ മേല, നടന്നും പോകാൻ മേലാത്ത ഒരു സ്ഥിതിയായി. കോളനി നിവാസികളുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ ഉടൻ നടപടിയുണ്ടായില്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. സഞ്ചാരയോഗ്യമായ റോഡ് എന്തിനു വേണ്ടിയാണ് തകർത്തത്? ഇതിന് പക്ഷേ 5 ലക്ഷം രൂപ അതിനകത്ത് അനുവദിച്ച് അതിനുള്ള വല്ല അഴിമതിയാണോ അതിൻ്റെ ലക്ഷ്യമെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അടിയന്തരമായി ഇതിന് പരിഹാരം ഉണ്ടാക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ശ്രമിക്കണം. അല്ലാത്ത പക്ഷം തൃണമൂൽ കോൺഗ്രസ് ശക്തമായ സമര പരിപാടിയുമായി മുന്നോട്ട് പോകും. പ്രശ്നപരിഹാരം തേടി പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് കടക്കുവാനുള്ള തീരുമാനത്തിലാണ് നാട്ടുകാർ. അമൃത ന്യൂസ്, കോട്ടയം. സഞ്ചാരയോഗ്യമായ പാത അത് ജനങ്ങളുടെ ഔദാര്യമൊന്നുമല്ല, അത് അധികാരം തന്നെയാണ്. അത് അധികൃതർ മറക്കാതിരിക്കുക. എന്തായാലും നമ്മുടെ ഒരു ഇമ്പാക്റ്റ് വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. റെയിൽവേ ഉദ്യോഗസ്ഥർ സ്ഥാപിച്ച കുറ്റി തെറിപ്പിച്ച് അമൃത വാർത്ത. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ 2ാം പ്ലാറ്റ്ഫോമിലൂടെ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയിൽ റെയിൽവേ ഉദ്യോഗസ്ഥർ തടസ്സങ്ങൾ സൃഷ്ടിച്ച് യാത്രക്കാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അമൃത ടെലിവിഷൻ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരമാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ കുറ്റികൾ നീക്കിയത്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വന്ന വീഴ്ച മൂലം അജ്മൽ എന്നയാൾ അനധികൃതമായി ഈ വഴിയിലൂടെ പ്ലാറ്റ്ഫോമിലേക്ക് ബൈക്ക് കയറ്റിയിരുന്നു. തുടർന്നാണ് നടവഴിയിൽ റെയിൽവേ ഇരുമ്പുകുറ്റികൾ സ്ഥാപിച്ചത്. റെയിൽവേ സ്ഥാപിച്ച നിയന്ത്രണങ്ങൾ മൂലം 2ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് SRM റോഡിലേക്ക് യാത്രക്കാർക്ക് ഇറങ്ങുക ബുദ്ധിമുട്ടായി തീർന്നു. അതിലാണ് അമൃത വാർത്തകളുടെ ഇടപെടലുണ്ടായത്. അമൃത ചാനലിൽ തന്നെ വന്ന വാർത്തയാണ്. ബഹുമാനപ്പെട്ട നമ്മളുടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി അത് കാണാനിടയായിട്ട് അദ്ദേഹം നേരിട്ട് ഇവിടുത്തെ DGM ദിവ്യകാന്ത് ചന്ദ്രാർക്ക് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് പറയുകയും ഇത് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനുള്ള ഒരിത് കാണുന്നില്ല. പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ എൻട്രൻസിൽ CCTV പിടിപ്പിക്കുവാനും അനധികൃതമായിട്ട് ആരെങ്കിലും വാഹനം മറ്റു കാര്യങ്ങൾ ഓടിച്ചു കയറ്റുകയാണെങ്കിൽ അവർക്കെതിരെ ശക്തമായിട്ടുള്ള
നിയമ നടപടി സ്വീകരിക്കണമെന്നുമുള്ള കാര്യം തന്നെയാണ് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഭാഗ്യമെന്ന് പറയട്ടെ, ഇതിനകത്തുണ്ടായിരുന്ന 5 കുറ്റികളിൽ 2 കുറ്റികൾ മാറ്റി യാത്രക്കാർക്ക് ഉണ്ടാവുന്ന തടസ്സം താൽക്കാലികമായിട്ട് മാറ്റാനായിട്ട് റെയിൽവേയുടെ അധികൃതർ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. സുരക്ഷാ ജീവനക്കാരുടെ വീഴ്ചയ്ക്ക് ജനങ്ങളെയാണ് റെയിൽവേ ശിക്ഷിക്കുന്നതെന്ന് യാത്രക്കാർ ആരോപിച്ചിരുന്നു. സ്ഥാപിച്ച മുഴുവൻ കുറ്റികളും നീക്കം ചെയ്യാനാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർദ്ദേശിച്ചതെങ്കിലും റെയിൽവേ ഭാഗികമായി മാത്രമാണ് തടസ്സങ്ങൾ നീക്കിയിട്ടുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ദേശീയ ചലച്ചിത്ര അവാർഡ് വിതരണം ഇന്നാണ്. വൈകിട്ട് 4 മണിക്ക് വിഗ്യാൻ ഭവനിലാണ് പുരസ്കാര വിതരണ ചടങ്ങ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവ് മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാലാണ് അവാർഡിന്റെ ശ്രദ്ധാകേന്ദ്രം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. മലയാളത്തെ സംബന്ധിച്ച് അഭിമാനത്തിന്റെ നിമിഷത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ വൈകിട്ട് വിതരണം ചെയ്യുമ്പോൾ തെളിഞ്ഞു നിൽക്കുന്നത് മലയാള സിനിമയും കേരളത്തിന്റെ പ്രിയപ്പെട്ട താരങ്ങളുമാകും. ചലച്ചിത്ര മേഖലയിലെ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന മോഹൻലാൽ തന്നെയാണ് അവാർഡ് വിതരണത്തിന്റെ ആകർഷണം. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ഒരിക്കൽ കൂടി മലയാളത്തിലേക്ക് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് എത്തിച്ചിരിക്കുകയാണ് മോഹൻലാൽ. വൈകിട്ട് 4 മണിക്ക് ഡൽഹി വിഗ്യാൻ ഭവനിലാണ് പുരസ്കാര വിതരണ ചടങ്ങ്. മികച്ച നടനുള്ള പുരസ്കാരം ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയും ചേർന്ന് സ്വീകരിക്കും. ജവാനിലെ മികച്ച അഭിനയത്തിനാണ് ഷാരൂഖിന് പുരസ്കാരം ലഭിച്ചത്. 12th ഫെയിൽ ചിത്രത്തിലെ വേഷമാണ് വിക്രാന്ത് മാസിക്ക് പുരസ്കാരം നേടിക്കൊടുത്തത്. മികച്ച നടിക്കുള്ള പുരസ്കാരം റാണി മുഖർജിക്ക് സമ്മാനിക്കും. മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ അഭിനയമാണ് റാണി മുഖർജിയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിക്കും. മികച്ച സഹനടനും മികച്ച സഹനടിയും ഇത്തവണ കേരളത്തിൽ നിന്നാണ്. പൂക്കാലം സിനിമയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിജയരാഘവൻ സഹനടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങും. ഉള്ളൊഴുക്കിലെ അമ്മയുടെ വേഷം ഗംഭീരമാക്കിയ ഉർവശിയാണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. ഉള്ളൊഴുക്ക് തന്നെയാണ് മികച്ച മലയാള ചിത്രവും. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ദി കേരള സ്റ്റോറി സംവിധാനം ചെയ്ത സുദീപ് തോസനിനാണ്. മികച്ച ഛായാഗ്രഹണത്തിനുള്ള അവാർഡും ദി കേരള സ്റ്റോറിക്കാണ്. മികച്ച ഡോക്യുമെന്ററിക്കുള്ള പുരസ്കാരം നെഗൽ സംവിധാനം ചെയ്ത MK രാംദാസ് ഏറ്റുവാങ്ങും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ലോകത്തെ മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള ബാലൻഡിയോർ പുരസ്കാരം PSG താരം ഒസ്മാൻ ഡെംബലേക്ക്. തുടർച്ചയായ 3ാം തവണയും സ്പാനിഷ് താരം ഐറ്റാന ബോൺമാറ്റി മികച്ച വനിതാ താരമായി. മികച്ച യുവതാരമായി 2ാം തവണയും ബാഴ്സയുടെ ലാമിൻ യമാൽ അർഹനായി. ഈ നിമിഷത്തിലേക്കുള്ള ദൂരം അത്ര എളുപ്പമായിരുന്നില്ല. ബാലൻഡിയോർ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം വികാരഭരിതനായി ഓസ്മാൻ ഡെംബലെ പറഞ്ഞ വാക്കുകളാണിത്. Tous les joueurs, l'entraîneur, le directeur sportif sont pas là ce soir. Il y avait bien plus d'importance surtout pour le club. Mais voilà, ça clôture une très belle année 2024-2025. ബാഴ്സലോണയുടെ യുവതാരം ലാമിൻ യാമലിനെ പിന്തള്ളിയാണ് 28-കാരനായ ഫ്രഞ്ച് സ്ട്രൈക്കർ ഡെംബലെ പുരസ്കാരത്തിൽ മുത്തമിട്ടത്. PSG-യെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്ക് നയിച്ച ഡെംബലെ ഫ്രഞ്ച് ലീഗിലും ക്ലബിനെ ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായക സംഭാവന നൽകിയിരുന്നു. 35 ഗോളും 16 അസിസ്റ്റുമാണ് സീസണിൽ PSG കുപ്പായത്തിൽ ഡെംബലയുടെ സംഭാവന. യൂറോ കപ്പിന് ശേഷമുള്ള മത്സരങ്ങളിലെ പ്രകടനമാണ് പുരസ്കാരത്തിന് പരിഗണിച്ചത്. ലയണൽ മെസ്സിക്കും നെയ്മറിനും എംബാപ്പയ്ക്കും നേടിക്കൊടുക്കാൻ സാധിക്കാത്ത ചാമ്പ്യൻസ് ലീഗ് കിരീടവും PSG-ക്ക് നേടിക്കൊടുക്കാൻ സാധിച്ചു എന്നതാണ് ഡെംബലയുടെ മികവിന് മാറ്റുകൂട്ടിയത്. PSG മികച്ച പുരുഷ ക്ലബ്ബായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആഴ്സണൽ മികച്ച വനിതാ ക്ലബ്ബ് പുരസ്കാരം നേടി. തുടർച്ചയായ 3ാം തവണയും സ്പാനിഷ് താരം ഐറ്റാന ബോൺമാറ്റി മികച്ച വനിതാ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച യുവതാരത്തിനുള്ള കോപ്പ ട്രോഫി ബാഴ്സലോണയുടെ ലാമിൻ യാമൽ സ്വന്തമാക്കി. വിക്കി ലോപ്പസാണ് മികച്ച വനിതാ യുവതാരം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം ജന്മദിനാഘോഷങ്ങൾക്കായി അമൃതപുരി ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങൾക്കായി അമൃത എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലാണ് വിശാലമായ വേദിയും പന്തലും ഒരുങ്ങുന്നത്. ഈ മാസം 27-നാണ് അമ്മയുടെ ജന്മദിനാഘോഷങ്ങൾ.
സുരക്ഷാ ക്രമീകരണങ്ങൾ മുൻനിർത്തി ഏറെ വിശാലമായ ഒരു വേദിയാണ് അമ്മയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ഒരുങ്ങുന്നത്. ഇതിന്റെ നിർമ്മാണ ജോലികൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. 1 ലക്ഷം പേർക്കിരിക്കാവുന്ന തരത്തിൽ അതിവിശാലമായ പന്തലാണ് ഒരുങ്ങുന്നത്. പ്രധാന വേദിയിലെ പന്തലിനു പുറമെ ഇരുവശങ്ങളിലുമായി അമൃതാനന്ദമയി മഠത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ വ്യക്തമാക്കുന്ന പ്രദർശന സ്റ്റാളുകളുമുണ്ട്. 140 അടി നീളത്തിലും 35 അടി വീതിയിലുമാണ് പ്രധാന വേദി. ജന്മദിനാഘോഷ ദിവസം അമ്മ പങ്കെടുക്കുന്ന പ്രധാന പരിപാടികളൊക്കെയും അമൃത എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലെ ഈ പ്രധാന വേദിയിലാണ് നടക്കുക. അമ്മയുടെ ദർശനത്തിനായി എത്തുന്നവർക്ക് വേദിക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ ഇരുവശങ്ങളിലുമായി പ്രത്യേക സംവിധാനങ്ങളുമുണ്ട്. സ്റ്റേജ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പരമാവധി ആൾക്കാർ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാലും വളരെ സേഫായിട്ട് നിൽക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട് അതിനുള്ള. സാധാരണ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചൊരു 100 പേരോ 50 പേരോ ആയിരിക്കും. പക്ഷേ ഇതിൽ നമുക്കൊരു 10-200 പേര് കയറി കഴിഞ്ഞാലും ഒന്നും പറ്റില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള സെക്യൂരിറ്റി കാര്യങ്ങളും സേഫ്റ്റിയും എല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ വർഷത്തെ പ്രോഗ്രാം നമ്മളൊരു കാർബൺ ക്രെഡിറ്റ് എടുക്കാനുള്ള ഒരു അതിനനുസരിച്ചുള്ള റീയൂസബിൾ സാധനങ്ങളാണ് എല്ലാം യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും അധികം യൂസ് ചെയ്യുന്നില്ല. രാവിലെ 5-ന് 108 ഗണപതി ഹോമങ്ങളോടെയാണ് ആഘോഷങ്ങൾ തുടങ്ങുക. വിവിധ ഗോത്രവിഭാഗങ്ങളുടെ വിശ്വശാന്തി പ്രാർത്ഥനകളും തുടർന്ന് ഗുരുപാദ പൂജ, അമ്മയുടെ ജന്മദിന സന്ദേശം, വിശ്വശാന്തി പ്രാർത്ഥന, ഭജന, സത്സംഗം എന്നിവ നടക്കും. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിൽ നൃത്താർച്ചന, സംഗീതാർച്ചന എന്നിവയുൾപ്പെടെയുള്ള കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറും. അമൃതകീർത്തി പുരസ്കാര വിതരണം, നിർധനരായ യുവതീ യുവാക്കളുടെ സമൂഹ വിവാഹം എന്നിവയും ഈ വേദിയെ ധന്യമാക്കും. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആരംഭിച്ച പ്രധാന വേദിയുടേതുൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഓരോ മേഖലയിലെയും വിദഗ്ധർ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അമൃതപുരിയിൽ നിന്നും പ്രദീപ് ബാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. പിറന്നാൾ അമ്മയ്ക്ക് ആഘോഷമല്ലെന്നും അമ്മ നടത്തുന്ന ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളുടെ തുടർച്ച മാത്രമാണെന്നും മാതാമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും മുതിർന്ന സന്യാസിവര്യനുമായ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി. മക്കളാണ് അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുന്നത്. കൂടുതൽ മക്കളെ ഒരുമിച്ച് കാണുന്നതിൻ്റെ സന്തോഷമാണ് അമ്മയ്ക്കുള്ളതെന്നും ലോകശാന്തിക്കായുള്ള പ്രാർത്ഥനയാണ് അമ്മയുടെ ജന്മദിനാഘോഷമെന്നും സ്വാമിജി പറഞ്ഞു. ഓം അമൃതേശ്വരിയെ നമഃ. അമ്മയുടെ 72ാം തിരുനാൾ സെപ്റ്റംബർ 27-ാം തീയതി ആഘോഷിക്കുകയാണ്. അമ്മ ആദ്യമായി പിറന്നാൾ ആഘോഷിച്ച 1979 സെപ്റ്റംബർ മാസത്തിൽ. അമ്മ പറഞ്ഞു, ഇത് ഒരു കടലോര ഗ്രാമമാണ്, ഇവിടെ പിറന്നാൾ ആഘോഷിക്കുക എന്നുള്ളൊരു സമ്പ്രദായം തന്നെ ഉണ്ടായിരുന്നില്ല. അമ്മ ആ പിറന്നാളിന് വലിയ പ്രാധാന്യവും കൽപ്പിച്ചിട്ടില്ല. കന്നിമാസത്തിലെ കാർത്തിക നക്ഷത്രം അത് ഞങ്ങൾ അമ്മയിൽ നിന്ന് മനസ്സിലാക്കി ഞങ്ങൾ ചെറിയ തോതിൽ ഒരു പായസമൊക്കെ വെച്ചു. അമ്മയുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും താമസിക്കുന്ന വീടും ചെറിയൊരു ക്ഷേത്രവും ഒരു ചരിപ്പും മാത്രം ഉള്ള ഒരു കാലം. ധാരാളം കുട്ടികൾ അമ്മയോടൊപ്പം ഇങ്ങനെ എപ്പോഴും ഉണ്ടാകും. അതെല്ലാം അയൽവാസികളായിട്ടുള്ള കുട്ടികളാണ്, ഈ കൊച്ചുകുട്ടികളാണ്. ആ കൊച്ചുകുട്ടികളാണ് അമ്മയുടെ സുഹൃത്തുക്കൾ, അടുത്ത സുഹൃത്തുക്കൾ. അവരുമായിട്ട് അമ്മ ചിരിച്ചും കളിച്ചും അങ്ങനെ അങ്ങ് പോയി. അതാണ് 1979 ആദ്യമായി ആഘോഷിച്ച ജന്മദിനം അമ്മയുടെ. അന്നും ഇന്നും അമ്മയ്ക്ക് ജന്മദിനം ആഘോഷിക്കുന്നതിൽ യാതൊരു താല്പര്യമില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് ഉള്ള സന്തോഷം ഈ എല്ലാവരും, എല്ലാ മക്കളും കൂടെ വന്നിരുന്ന് അവരെ കാണുന്നതും. അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെ മക്കളെ കാണുക, അവരെ ആശ്ലേഷിക്കുക, അവരുടെ ദുഃഖം കേൾക്കുക, അവരുടെ കണ്ണീരൊപ്പുക, അവർക്ക് കഴിയുന്നത്ര കാര്യങ്ങൾ സഹായം ചെയ്തു കൊടുക്കുക. ഇതിൽ കവിഞ്ഞൊരു സന്തോഷം അമ്മയ്ക്ക് മറ്റൊന്നുമില്ല. ഞങ്ങളൊക്കെ അമ്മയുടെ ജന്മദിനം, തിരുനാൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്നുവെങ്കിൽ പോലും അമ്മയുടെ സന്തോഷം മക്കളെ ഒന്നിച്ച് കാണുന്നു എന്ന് മാത്രമല്ല, ആ ദിവസം ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് അമ്മയുടെ ദൈനംദിന ദിനചര്യകളിൽ അമ്മ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണിത്. അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് പീരീഡ് വരുന്നു, അത് കുറച്ചുകൂടെയൊക്കെ
നമ്മൾ പിന്നെ മറ്റ് ചില മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നു ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒക്കെ അത് കുറച്ചുകൂടെ വ്യാപിപ്പിക്കുന്നു എന്നല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും പ്രത്യേകിച്ച് അന്നില്ല. പിന്നെ കുറച്ച് ആൾ കൂടും, ചില പ്രധാന വ്യക്തികളൊക്കെ വരും, അതൊക്കെ സന്തോഷം. അപ്പോൾ ഏതായാലും ഈ 72ാം തിരുനാൾ ദിവസം ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ ഇത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. ഓ നമ്മൾ ഈശ്വരീയ നമഃ. സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിതത്തിൽ കരുതലും കൈത്താങ്ങുമാകുന്ന മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ആശ്വാസകരമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. അനേകായിരങ്ങൾക്ക് ആശ്വാസത്തിന്റെ തെളിനീരെത്തിച്ച 10,000ങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുള്ള മഠം അമ്മയുടെ പിറന്നാൾ ആഘോഷം സഹായങ്ങളുടെ ഒരു കടലാക്കുകയാണെന്നും പിറന്നാൾ ആശംസകൾ നേർന്ന് മന്ത്രി പറഞ്ഞു. ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം പിറന്നാൾ ആഘോഷങ്ങൾ സെപ്റ്റംബർ മാസം 27-ന് അമൃതപുരിയിൽ ചേരുകയാണ്. ഈ ആഘോഷങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു. നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്രയോ പതിറ്റാണ്ടുകളായി കേരളത്തിലും കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ മുൻകൈയിൽ നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളുമായെല്ലാം ബന്ധപ്പെട്ട് സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് മഠത്തിൻ്റെ മുൻകൈയിൽ നടക്കുന്നത് എന്നത് ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം തന്നെയാണ്. ഈ 72ാം ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി പുതിയ ജീവകാരുണ്യ പദ്ധതികൾക്ക്, സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നു എന്നും മനസ്സിലാക്കുന്നുണ്ട്. ഈ നാട്ടിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ ആഴങ്ങളിലേക്ക് എടുത്തെറിയപ്പെടുന്നവർക്ക് ഞങ്ങളുടെ ഒരു സഹായഹസ്തമുണ്ട്, ഞങ്ങളുടെ കരുതലും കൈത്താങ്ങുമുണ്ട് എന്ന് ഒരു മഠം പറയുമ്പോൾ അത് ഏറ്റവും വലിയ ആശ്വാസകരമായി തന്നെ മാറുകയാണ്. അനേകായിരങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ തെളിനീരെത്തിച്ചു കൊടുത്തിട്ടുള്ള 10,000കണക്കായ മനുഷ്യർക്ക് ഭവന പദ്ധതികൾ ഉൾപ്പെടെ നടപ്പിലാക്കിയിട്ടുള്ള മഠത്തിൻ്റെ നേതൃത്വത്തിൽ അമ്മയുടെ ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ വീണ്ടും അനേകായിരങ്ങളിലേക്ക് ആ സഹായം എത്തിച്ചേരുക തന്നെയാണ്. ജന്മദിനാഘോഷം എന്നാൽ സഹായത്തിൻ്റെ ഒരു കടലിനെ തന്നെ കാട്ടിക്കൊടുക്കലാണ്, കടലിനെ തന്നെ എടുത്ത് സ്ഥാപിക്കലാണ്, അല്ലെങ്കിൽ കടലിനെ ഒരു ജനമുമ്പാകെ അവതരിപ്പിക്കലാണ് എന്നുള്ളത് അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. ജന്മദിനത്തിൻ്റെ ആഘോഷങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നതോടൊപ്പം തന്നെ ഇത്തരം ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും നടത്താൻ മഠത്തിനാവട്ടെ, മഠത്തിന് കഴിയട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഉള്ളവരാണ് സഹായം അനിവാര്യമായി ഉള്ളവർ. ആ സഹായം അനിവാര്യമായി ഉള്ളവർക്ക് അവരിലേക്ക് സഹായം എത്തിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജനക്ഷേമകരമായ പ്രവർത്തനം തന്നെയാണ്. ആ വാക്കുകൾ കൊണ്ട് മാത്രം അതിനെ അടയാളപ്പെടുത്താൻ കഴിയുകയില്ല എന്നെനിക്കറിയാം. ബുദ്ധിമുട്ടുകളുടെ ആഴങ്ങളിൽ ഉള്ളവർക്ക് സഹായം എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തേക്കാണ്. അനേക ലക്ഷങ്ങൾക്ക് ഈ സന്തോഷത്തിൻ്റെ ഇടങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് അമ്മയുടെ അല്ലെങ്കിൽ മഠത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളിലെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരിക്കൽ കൂടി ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് എല്ലാവിധമായ പിറന്നാൾ ആശംസകളും നേരുന്നു. ഈ മഹാസംഗമത്തിന്, ഈ മഹാസംരംഭത്തിന് എല്ലാ വിജയങ്ങളും ഞാനും ആശംസിക്കുന്നു. മനുഷ്യസ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വറ്റാത്ത ഉറവിടമായി അമ്മ കഴിഞ്ഞ 72 വർഷമായി ലോക ജനതയ്ക്കൊപ്പമെന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ആത്മീയതയിലൂന്നി നിന്നുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മെ നേരായ ദിശയിലേക്ക് നയിക്കുന്നതിനോടൊപ്പം അശരണരും പാവപ്പെട്ടവരുമായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് കാരുണ്യം ചൊരിയുന്ന അമ്മയായി നമ്മളോടൊപ്പം നിൽക്കുന്നു എന്നത് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. മാതാ അമൃതാനന്ദമയി ദേവി അമ്മയുടെ 72ാമത് പിറന്നാള് 27-ാം തീയതി കടന്നു വരികയാണ്. മനുഷ്യസ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വറ്റാത്ത നിരോധനമായിട്ട് നമ്മളോടൊപ്പം അമ്മ കഴിഞ്ഞ 72 വർഷക്കാലമായിട്ടുണ്ട്. നമ്മുടെ കേരളീയ സമൂഹത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അമ്മയുടെ കാരുണ്യവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഏറ്റവും ശ്രദ്ധേയമാണ്. ആത്മീയതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് നൽകി നമ്മളെ നേരായ ദിശയിലേക്ക് നയിക്കാൻ പരിശ്രമിക്കുമ്പോഴും അശരണരും പാവപ്പെട്ടവരുമായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക്
ആശ്രയം എത്തിക്കുന്നതിനുള്ള കാരുണ്യവതിയായിട്ടുള്ള അമ്മയായി ഇപ്പോഴും നമ്മളിവിടെ അമ്മ നിലകൊള്ളുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഈ പുണ്യമായ സന്ദർഭത്തിൽ അമ്മയുടെ ജന്മദിന വേളയിൽ എല്ലാവിധ ആശംസകളും നേരാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഞാനന്ന് അവിടെ ജന്മദിന പരിപാടികളിൽ പങ്കെടുക്കാൻ അവിടെ എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും ലോകവ്യാപകമായിട്ടുണ്ടായിട്ടുള്ള അമ്മയുടെ വിശ്വാസ ലോകത്തിനാകമാനം സന്തോഷം പകരുന്ന ദിവസമായിരിക്കും സെപ്റ്റംബർ 27. ആ ദിവസത്തിലും ആ സന്തോഷത്തിലും ഞാനും കൂടെ പങ്കുചേരുകയാണ്. അമ്മ ഇനിയും ഒരുപാട് നാൾ നമ്മളോടൊപ്പം തന്നെ നിന്ന് ഈ നല്ല പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി നാടിന് ആത്മീയവും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയും നൽകുന്ന വൻപിച്ച ഇനീഷ്യേറ്റീവ് തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദുരിതവും ദുഃഖവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ സഹായിച്ചുകൊണ്ടുള്ള അമ്മയുടെ സാന്ത്വനത്തിൽ കർമ്മമണ്ഡലത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞ ആളാണ് താനെന്ന് വെള്ളാപ്പള്ളി നടേശൻ. അമ്മയ്ക്ക് കൂടുതൽ കർമ്മം ചെയ്യുന്നതിനുള്ള കർമ്മബലം നൽകട്ടെ എന്ന് പിറന്നാൾ ദിനത്തിൽ പ്രാർത്ഥിക്കുന്നതായി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അമൃതാനന്ദമയി അമ്മയുടെ 72ാമത് ജന്മനാൾ ആചരിക്കാൻ പോവുകയാണ്. ആചരണത്തിനെല്ലാം ഉപരി ആഘോഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ദുരിതവും ദുഃഖവും അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ സഹായിച്ചുകൊണ്ടുള്ള ആഘോഷം. ഈ ആഘോഷത്തിൽ എന്നും പങ്കുചേരുന്നവനാണ് ഞാൻ, മിക്കതിലും പങ്കുചേരുന്നവനാണ് ഞാൻ. അമ്മയുടെ എല്ലാ കർമ്മ പദത്തിലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അമ്മയായിട്ടും അമ്മയുടെ പർപ്പസ്ത്ര മണ്ഡലത്തിൽ അടുത്ത് പരിചയപ്പെട്ട് പോകാൻ ഒരു ഭാഗ്യം ലഭിച്ചൊരു ഭക്തനാണ് ഞാൻ. അമ്മയ്ക്ക് നല്ല ആയുർബലവും കൂടുതൽ കർമ്മവും ചെയ്യുവാനുള്ള സകല സൗഭാഗ്യങ്ങളും ജഗദീശ്വരൻ അമ്മയ്ക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഇന്ന് വിപണിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെ ഇന്ന് വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. US-ലെ മൈഗ്രേഷൻ നിയമങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം വലിയ തോതിൽ IT മേഖലയെ ബാധിച്ചേക്കുമെന്ന ആശങ്കയിൽ IT ഓക്കറ്റിലാണ് കഴിഞ്ഞ ദിവസം വിൽപ്പന പ്രകടമായിരുന്നത്. മറ്റ് മേഖലകളിലെല്ലാം താരതമ്യേന മെച്ചപ്പെട്ട പ്രകടനമായിരുന്നെങ്കിൽ കൂടിയും IT മേഖലയിൽ തുടർന്ന് ഈ വിൽപ്പന വിപണിക്കൊരു പ്രതിരോധം തീർക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് 25,150 എന്ന നിലവാരമാണ് അടിസ്ഥാന നിലവാരമായി കണക്കാക്കുന്നത്. ഇന്നലെ വ്യാപാരത്തിനിടെ ആ ഒരു നിലവാരത്തിൽ താഴേക്ക് നീങ്ങിയെങ്കിൽ കൂടി അതിന് മുകളിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വരും ദിവസങ്ങളിലും ആ നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുകയാണെങ്കിൽ തീർച്ചയായും മുന്നോട്ട് നീങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായി വിൽപ്പനയിലായിരുന്നെങ്കിൽ കൂടി ഇപ്പോഴും നിക്ഷേപ താല്പര്യം നിലനിൽക്കുന്നു എന്ന് വേണം കരുതാൻ. എന്നാൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളാണ് ഏറ്റവും കൂടുതൽ വിപണിയെ പ്രതിരോധത്തിലാക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 2 ദിവസങ്ങളിൽ നേരിയ തോതിൽ അവർ അറ്റ നിക്ഷേപത്തിലായിരുന്നെങ്കിൽ കൂടിയും ഈ ആഴ്ച കഴിഞ്ഞ ദിവസം 2,910 കോടി രൂപയുടെ വിൽപ്പനയാണ് ഇന്നലെ വിപണിയിൽ അവർ നടത്തിയത്. വരും ദിവസങ്ങളിലും അവരുടെ നിലപാടുകൾ വിപണിയിൽ നീക്കത്തിൽ നിർണായകവുമായിരിക്കും. ഇത് 25,150 എന്ന നിലവാരത്തിന് താഴേക്ക് നിഫ്റ്റി നീങ്ങുകയാണെങ്കിൽ 25,000 എന്ന നിലവാരത്തിലാണ് മറ്റൊരു പ്രധാന സപ്പോർട്ടായി അടിസ്ഥാന നിലവാരമായി കണക്കാക്കുന്നത്. അതിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത ഇപ്പോഴും വിപണിയിലുണ്ട്. ഇത്തരം വിപണി ഉയർന്ന നിലവാരത്തിൽ, പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റത്തിൽ ഈ ഒരു നിലവാരത്തിൽ വിൽപ്പന ഉണ്ടാകുന്നത് നിക്ഷേപകർ ലാഭമെടുക്കുന്ന ഒരു പ്രവണതയാണ്. ഈ ഒരു അവസരം ദീർഘകാല നിക്ഷേപകരെ സംബന്ധിച്ചിടത്ത് വിപണിയിൽ നിക്ഷേപിക്കാൻ പ്രയോജനപ്പെടുത്താവുന്നതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസത്തേനേക്കാൾ മാറ്റമില്ലാതെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. നന്ദി ശ്രീ ദിലീപ്. എന്തായാലും വിപണി വിശേഷങ്ങളിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കോഴിക്കോടേക്കാണ്. ഭക്ഷണപ്രിയരായ കോഴിക്കോട്ടുകാർക്കും കോഴിക്കോടെത്തുന്ന മറ്റുള്ളവർക്കും വ്യത്യസ്തമായ വിഭവങ്ങൾ കഴിക്കാൻ ബീച്ചിൽ ഫുഡ് സ്ട്രീറ്റ് ഒരുങ്ങുന്നുണ്ട്. ഈ വരുന്ന 30-ന് 90 കടകളടങ്ങുന്ന ഫുഡ് സ്ട്രീറ്റ് പ്രവർത്തനം ആരംഭിക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ് ഫുഡ് സ്ട്രീറ്റ്. ഭക്ഷണ
ഭക്ഷണപ്രിയർക്ക് കടൽക്കാറ്റേറ്റ് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ മനസ്സറിഞ്ഞു കഴിക്കാനുള്ള അവസരമാണ് കോഴിക്കോട് ബീച്ചിൽ ഒരുങ്ങുന്നത്. ദക്ഷിണേന്ത്യൻ, ഉത്തരേന്ത്യൻ വിഭവങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്ന ഫുഡ് സ്ട്രീറ്റ് സെപ്റ്റംബർ 30 മുതൽ ബീച്ചിൽ പ്രവർത്തനം ആരംഭിക്കും. അതിനായുള്ള അവസാനഘട്ട പ്രവർത്തികൾ പുരോഗമിക്കുകയാണ്. ബീച്ചിൽ 240 മീറ്റർ നീളത്തിലുള്ള സ്ഥലത്താണ് ഫുഡ് സ്ട്രീറ്റ് ഒരുങ്ങുന്നത്. പ്രത്യേക പ്ലാറ്റ്ഫോം ഒരുക്കി അവിടെ ഉന്തുവണ്ടികൾ നിരത്തി തുടങ്ങി. ആകെ 90 ഉന്തുവണ്ടി കച്ചവടക്കാർക്കുള്ള സൗകര്യമാണുള്ളത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, നാഷണൽ ഹെൽത്ത് മിഷൻ, കോർപ്പറേഷൻ എന്നിവ ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. എല്ലാവിധ സുരക്ഷയും ഉറപ്പുവരുത്തിയാണ് സ്ട്രീറ്റ് തുറക്കുന്നതെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ പി ദിവാകരൻ പറഞ്ഞു. ഈ ഫുഡ് സ്ട്രീറ്റിൽ വരുന്ന കച്ചവടക്കാരല്ലാതെ മറ്റൊരു കച്ചവടക്കാരെയും അവിടെ പ്രവേശിപ്പിക്കില്ല. മാത്രമല്ല, ബീച്ച് ബ്യൂട്ടിഫിക്കേഷൻ്റെ ഒരു ഭാഗമാണ് ഈ പ്രവൃത്തി. കേരളത്തിലെ നമ്പർ 1 ഫുഡ് സ്ട്രീറ്റ് ആയിരിക്കും അത്. 24 അവേഴ്സാണ്, രാവും പകലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ചൂടോടെ ഹെൽത്തിയായി ഹൈജീനായി അവിടെ സംവിധാനമാണ്. ഒരു സ്ട്രീറ്റ് മാനേജറെ ചേർത്ത് ആ മാനേജറായിരിക്കും ഇതെല്ലാം നിയന്ത്രിക്കുക. അത് നമ്മൾ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ആളെ വെച്ചിട്ടാണ് ചെയ്യുക. സ്വീപ്പിംഗ് തൊഴിലാളികളുണ്ടാവും, അവർ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കും. അപ്പോൾ എപ്പോൾ നോക്കിയാലും ഫുഡ് സ്ട്രീറ്റ് വളരെ നല്ല മികച്ച രീതിയിൽ നിൽക്കും. കച്ചവടക്കാർക്ക് യൂണിഫോം ഉണ്ടാവും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫാഷൻ ഡിസൈനാണത് ഡിസൈൻ ചെയ്തത്. ആ യൂണിഫോമിലായിരിക്കും ഓരോ കച്ചവടക്കാരും അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഫുഡ് സ്ട്രീറ്റിൽ വരുമ്പോൾ നമുക്കെന്നെ തോന്നും ഇതൊരു നന്നായിട്ടുണ്ട്, ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം. ഇരിപ്പിടങ്ങളുള്ള, ഇനിയിപ്പോൾ കുട്ടികളുമായി ഫാമിലി വന്നാൽ കുട്ടികൾക്ക് ഇരിക്കാനുള്ള സംവിധാനം, ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം, പിന്നെ ക്യാമറ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും അനാശാസ്യമായ സംവിധാനങ്ങളില്ലാതിരിക്കാൻ ആവശ്യമായ ക്യാമറ സുരക്ഷിതത്തോടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പോലീസ് എയ്ഡ് പോസ്റ്റ്, നവീകരിച്ച ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് അവിടെ ഉണ്ടാവും. എല്ലാ സംവിധാനവും 4.06 കോടി രൂപയാണ് പദ്ധതി ചെലവ്. ഇതിൽ 2.41 കോടി രൂപ ദേശീയ നഗര ഉപജീവന ദൗത്യം വഴിയും 1 കോടി രൂപ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ശേഷിക്കുന്ന തുക കോർപ്പറേഷനുമാണ് വഹിക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ജീവിത വിജയം കൈവരിക്കാൻ ചെറുതും വലുതുമായ ഒരുപാട് ഘടകങ്ങളിൽ നമ്മുടെ ശ്രദ്ധ ആവശ്യമാണ്. പലപ്പോഴും നമുക്കത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അത് കണ്ടെത്തി കൃത്യമായി ചൂണ്ടിക്കാട്ടുകയാണ് അമൃത ന്യൂസിന്റെ ഗെയിം ചേഞ്ചർ എന്ന സെഗ്മെന്റിലൂടെ. പ്രശസ്ത ക്രിക്കറ്റ് കമന്റേറ്ററും സ്പോർട്സ് ബ്രോഡ്കാസ്റ്ററും കോളമിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറും മൃദംഗ വിദ്വാനുമായ ശ്രീദത്ത് എസ് പിള്ളയാണ് ഗെയിം ചേഞ്ചറിന്റെ അവതാരകൻ. ലീഡർഷിപ്പും സംസാരിക്കാനുള്ള കഴിവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ശ്രീദത്ത് പിള്ള പറയുന്നു, വാക്കുകൾ എന്നത് മാന്ത്രികമാണെന്ന്. വിൻസ്റ്റൺ ചർച്ചിൽ, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, നെൽസൺ മണ്ടേല, ബരാക് ഒബാമ, എന്താണ് ഇവർ തമ്മിലുള്ള ഒരു സാമ്യം? എല്ലാവരും വേൾഡ് ലീഡേഴ്സ് ആയിരുന്നു, ഗ്രേറ്റ് വേൾഡ് ലീഡേഴ്സ് ആയിരുന്നു. പക്ഷേ അതല്ലാതെ ഇവരെല്ലാവരും ഗ്രേറ്റ് ഓറേറ്റേഴ്സ് കൂടിയായിരുന്നു, നല്ല പ്രാസംഗികർ കൂടിയായിരുന്നു. ശരിയല്ല ഞാൻ പറയുന്നത്? ലീഡർഷിപ്പും പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? വാട്ട് ഈസ് എ കണക്ട്? ഒരു ലീഡർ ആവാൻ നല്ലൊരു പ്രാസംഗികനാവണം എന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധം ഇല്ലായിരിക്കാം. നല്ല പബ്ലിക് സ്പീക്കേഴ്സ് അല്ലാത്ത ആൾക്കാരും ലീഡേഴ്സായിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാവുന്ന, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ല ലീഡേഴ്സ്, ഏറ്റവും വലിയ ലീഡേഴ്സ് എല്ലാവരും, അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം ആൾക്കാരും നല്ല പബ്ലിക് സ്പീക്കേഴ്സ് കൂടെ ആയിരുന്നിരിക്കും. വേർഡ്സ് ക്യാൻ മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ്. ഈ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് പറയുന്നത് അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. ശരിയല്ല? എത്ര പേർക്ക് ഒരു പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 4 പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ ഒരു സഭാകമ്പോ അല്ലെങ്കിൽ സ്റ്റേജ് ഫ്രൈറ്റ് ഉള്ളവരുണ്ട്? എനിക്കുണ്ട്. ഇൻഫാക്റ്റ് ഒരു ഫാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് എവറി സെക്കൻഡ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ് സഫേഴ്സ് ഫ്രം സ്റ്റേജ് ഫ്രൈറ്റ്. അതായത് ലോകത്തെ പോപ്പുലേഷൻ്റെ ഒരു 50% ആൾക്കാർക്കും ഈ പബ്ലിക് സ്പീക്കിംഗ് എന്നത് ഒരു പേടിയുള്ള കാര്യം തന്നെയാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ, ഇതിനൊരു റാങ്കിങ് കൊടുത്തപ്പം ഓൾ ദ ബേസിക് ഫിയേഴ്സ് ഇൻ ദ വേൾഡ് വെയർ റാങ്ക്ഡ്. അപ്പോൾ ഐഡിയലി, ലോജിക്കലി, കോമൺ സെൻസിക്കലി നമ്മൾ എന്താണ് വിചാരിക്കുക? മരണത്തിൻ്റെ ഭയമായിരിക്കും ആദ്യം എന്നാണ്. ബിക്കോസ് നോബഡി വാണ്ട്സ് ടു ഡൈ. നമുക്ക് എല്ലാവർക്കും മരണത്തിൻ്റെ ഭയമാണ്, അല്ലേ? ബട്ട് സർപ്രൈസിംഗ്ലി ദാറ്റ് വാസ് റാങ്ക് നമ്പർ 3. 3ാം റാങ്കാണ് മരണത്തിൻ്റെ ഭയത്തിന് വന്നത്. ആദ്യത്തെ റാങ്ക് എന്താണെന്നറിയോ? ഇൻട്രസ്റ്റിംഗ്ലി, ദ ഫിയർ ഓഫ് സ്പീക്കിംഗ് ഇൻ പബ്ലിക് വാസ് റാങ്ക് നമ്പർ 1. It is said that a human brain starts functioning at the time of birth and stops functioning when you are on stage to deliver a speech. അതായത് നമ്മൾ
നമ്മളുടെ തലച്ചോറ് നമ്മൾ ജനിക്കുമ്പോൾ അത് പ്രവർത്തനം ആരംഭിക്കുന്നു. പക്ഷേ ഒരു സ്റ്റേജിൽ നമ്മൾ എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യാൻ പോയി നിൽക്കുമ്പം അത് നിലയ്ക്കുന്നു എന്ന് പറയും. അത് നമ്മളുടെ ചുണ്ടുകളും നമ്മളുടെ വായും നമ്മളുടെ നാക്കുമെല്ലാം ഡ്രൈ ആവുന്നു. അതുപോലെ ചില ആൾക്കാർക്ക് വിറയലുണ്ടാകുന്നു, കണ്ണിൽ ഇരുട്ട് കയറുന്നു, പഠിച്ചതും പ്രിപ്പയർ ചെയ്തൊക്കെ മറന്നു പോകുന്നു. ബട്ട് വൈ ഈസ് പബ്ലിക് സ്പീക്കിംഗ് ഇമ്പോർട്ടൻറ്റ്? നിങ്ങളുടെ ജോലിയിൽ, നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അത് ഡയറക്റ്റ് റെലവൻസ് ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ യു മേ നോട്ട് ബി ഡൂയിങ് പബ്ലിക് സ്പീക്കിംഗ് അറ്റ് ഓൾ. പക്ഷേ നിങ്ങൾക്ക് ഈ പബ്ലിക് സ്പീക്കിംഗ് എന്നൊരു ആർട്ട് ഫോം മാസ്റ്റർ ചെയ്താൽ it will take you places because it will have a rub-off effect on your personality. നമ്മളുടെ വ്യക്തിത്വം, ആ പേഴ്സണാലിറ്റിയെ എൻഹാൻസ് ചെയ്യാൻ അത് പല രീതിയിൽ സഹായിക്കും. നമ്മളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ബെറ്റർ ആവും, നമ്മുടെ മൈൻഡ് മാപ്പിംഗ് സ്കിൽസ് ബെറ്റർ ആവും. ഇറ്റ് വിൽ ഇൻഫ്ലുവൻസ് അവർ ലീഡർഷിപ്പ് സ്കിൽസ് സിഗ്നിഫിക്കൻ്റ്ലി. അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്വർക്ക് ബെറ്റർ ആവും. നമുക്ക് കുറച്ചുകൂടെ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആവും. ഇപ്പോൾ ഞാൻ വളരെ ലേറ്റായിട്ട് സംസാരിക്കാൻ, കുട്ടിക്കാലത്ത് വളരെ ലേറ്റായിട്ട് സംസാരിക്കാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു അപകർഷതാബോധം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ ചെയ്തത്, ഷി പുഷ് മീ ഓൺ ടു ദ പബ്ലിക് സ്പീക്കിംഗ് സ്റ്റേജ്. സ്ലോലി ഐ ന്യൂ ദറ്റ് മൈ കോൺഫിഡൻസ് വാസ് കമ്മിങ് ബാക്ക്. ഇൻ ദ സെൻസ് ഐ കുഡ് ഇൻസ്റ്റാൾ ദ കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ്. ഇത് ഒരു 4 പേരുടെ മുമ്പിൽ നമ്മൾ സംസാരിക്കാൻ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് വളരെ വളരെ വലുതാണ്. എങ്ങനെ ഇത് ബിൽഡ് ചെയ്യാം? എല്ലാവർക്കും ആഗ്രഹമുണ്ട് പബ്ലിക് സ്പീക്കിംഗ് ചെയ്യണമെന്ന്, അല്ലേ? നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് ഫെയിലായിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് അത് റീസ്റ്റാർട്ട് ചെയ്യാം? ഐ വുഡ് സജസ്റ്റ് യു സ്റ്റാർട്ട് സ്മോൾ. നമുക്ക് ബേബി സ്റ്റെപ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു 500 പേരുടെ മുമ്പിൽ പോയി പ്രസൻറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം അത് നമുക്ക് വീണ്ടും ഒരു ഡിസാസ്റ്റേഴ്സ് എക്സ്പീരിയൻസ് തന്നിരിക്കും. അതുകൊണ്ട് സ്റ്റാർട്ട് സ്മോൾ. ചെറിയൊരു ഗ്രൂപ്പ്, 3, 4, 5 പേരുടെ ഗ്രൂപ്പ്, അത് ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ കൊളീഗ്സ് ആവാം, നമ്മളുടെ വെൽവിഷേഴ്സ് ആരായാലും ചെറിയൊരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം, നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളൊരു കാര്യം നിങ്ങൾ ചെറിയൊരു ഡ്യൂറേഷന് നിങ്ങൾ പ്രസൻറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പ്രസൻറ്റ് ചെയ്ത് നല്ലൊരു ഐഡിയ ആണ്. സ്റ്റാർട്ട് സ്മോൾ ആൻഡ് സ്ലോലി ബിൽഡ് ഇറ്റ്. ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഗെയിം ചേഞ്ചർ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഇത് വേർഡ്സ് എന്ന് പറയുന്നത് ആൻഡ് ആർ ബ്രാൻഡ് ബിൽഡേഴ്സ് ഫോർ ഹ്യൂമൻ ബീയിങ്സ്. ഷർട്ടോ അല്ലെങ്കിൽ കാറോ അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് ഷൂസ് മാത്രമല്ല ബ്രാൻഡ്സ്. നമ്മൾ ഹ്യൂമൻ ബീയിങ്സും ബ്രാൻഡ്സാണ്. ബിക്കോസ് ദ ബെസ്റ്റ് വേ ടു ബിൽഡ് അവർ ബ്രാൻഡ് ഈസ് ത്രൂ വേർഡ്സ്. ബിക്കോസ് വെൻ യു ഓപ്പൺ യുവർ മൗത്ത് ആൻഡ് സ്പീക്ക്, യു ആർ ലെറ്റിംഗ് ദ വേൾഡ് നോ ഹൂ യു ആർ. നമ്മുടെ വാ തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് നമ്മൾ എന്താണെന്ന് ലോകത്തെ അറിയിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ട് സ്മോൾ ആൻഡ് ലെറ്റ്സ് പ്രോഗ്രസ്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ കാര്യം തുടക്കത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കുകയും ചെയ്യാം. He said, if you cannot fly, then run. If you cannot run, then walk. If you cannot walk, then crawl. But whatever you do, ensure that you keep moving forward. നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഓടുക, ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക, നടക്കാൻ കഴിയില്ലെങ്കിൽ എഴയുക. എന്തു തന്നെ ചെയ്താലും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. H1B വിസയ്ക്കുള്ള ഫീസ് $1 ലക്ഷം ഉയർത്തി അമേരിക്കൻ നടപടിയിൽ ഇളവുകൾ വരുന്നു. ഡോക്ടർമാർ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് ഇളവുകൾ നൽകാനാണ് നിലവിൽ തീരുമാനം. ഇന്ത്യയിൽ നിന്നുള്ള പൗരന്മാർക്ക് വലിയ ആശ്വാസമാവുകയാണ് അമേരിക്കയുടെ പുതിയ തീരുമാനം. കേന്ദ്ര വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി വിസ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇളവുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വാണിജ്യ സഹകരണത്തിന് കൂടുതൽ കരുത്ത് പകരുന്നതായിരുന്നു കൂടിക്കാഴ്ച എന്ന് എസ് ജയശങ്കർ പറഞ്ഞിട്ടുണ്ട്. ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കാൻ കൂടിക്കാഴ്ച ഉപകരിക്കുമെന്ന് മാർക്കോ റൂബിയോയും വ്യക്തമാക്കി. കഴിഞ്ഞ 9 മാസത്തിനിടെ ഇത് 5ാം തവണയാണ് എസ് ജയശങ്കർ അമേരിക്ക സന്ദർശിച്ച് കൂടിക്കാഴ്ചകൾ നടത്തുന്നത്. ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.